സിന്ധു നദി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും നാഗരികതയും വിളിച്ചോതുന്ന മഹത്തായ നദിയാണ് സിന്ധു നദി. ഇംഗ്ലീഷിൽ ഇതിനെ ഇൻഡസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ എന്ന പേര് വന്നതും ഇൻഡസിൽ നിന്നാണ്. സിന്ധു എന്നതിന് സമുദ്രം എന്നർത്ഥമുണ്ട്. അതിനാൽ തന്നെ പണ്ട് മുതലേ ഇന്ത്യയുമായി നല്ല കച്ചവട ബന്ധങ്ങൾ നടത്തിയിരുന്ന അറബികൾ ഈ നദി കടന്നു പോകുന്ന പ്രദേശത്തെ ബഹുമാനത്തോടെ ഹിന്ദ് എന്നും പ്രാചീന ഇന്ത്യക്കാർ സിന്ധു എന്നും വിളിച്ചു പോന്നു. ഹിന്ദുസ്ഥാൻ എന്ന പേര് രൂപം കൊണ്ടത് ഹിന്ദ് എന്നതിൽ നിന്നാണ്. BC 5000 മുതൽക്കു തന്നെ ഈ പേര് രൂപം കൊണ്ടതായി കണക്കാക്കുന്നു. ചൈനയുടെ ഭരണത്തിലുള്ള പടിഞ്ഞാറൻ ടിബറ്റ് മേഖലയിലെ കൈലാസ പർവ്വതത്തിന് വടക്ക് കിഴക്കുള്ള മാനസ സരോവറിനടുത്തുള്ള ബോഗാച്ചൂർ ഗ്ലോസിയറിൽ അഥവാ മഞ്ഞു നീരുറവകളിൽ നിന്ന് ഉത്ഭവിച്ച് 5 പോഷക നദികളുൾപ്പെടെ ആകെ 6000 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്. ഇത് കണ്ടെത്തിയത് സ്വീഡിഷ് പര്യവേഷകനായ സ്വെൻ ഹെഡിൻ ആണ്. സിന്ധുവിൻ്റെ മാത്രം നീളം 3200 കിലോമീറ്ററാണ്. അതിൽ 709 കിലോമീറ്റർ ഇന്ത്യയിലൂടെയും ബാക്കി പാകിസ്ഥാനിലൂടെയും ഈ മഹാനദി ഒഴുകുന്നു. ലഡാക്കിലെ ഏറ്റവും വലിയ ജില്ലയും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ലയും വലിയ പട്ടണവുമായ ലേയും ആ പട്ടണത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഷോക്ക് ബാക്കുളർ റിംപോച്ചെ എയർപോർട്ടിനെയും ചുറ്റി ജമ്മു കാശ്മീരിലെ ചില്ലാർ വെച്ച് തെക്കോട്ട് ഒഴുകി ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ വഴി ഗംഗാ പർവ്വതനിര പിന്നിട്ട് ഇടത്തോട്ട് വളഞ്ഞ് പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഒഴുകുകയും തുടർന്ന് ലഡാക്കിലെ നങ്ക പർവ്വതത്തിനടുത്തുള്ള ചില്ലാറിൽ വെച്ച് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും പാകിസ്ഥാനിലെ പ്രധാന പട്ടണമായ കറാച്ചി തുറമുഖ നഗരത്തിന് സമീപത്തുകൂടി അറേബ്യൻ കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. തിബറ്റിലെ ഹിമാലയത്തിൻ്റെ കൊടുമുടികൾക്ക് പിന്നിൽ ലോകത്തിൻ്റെ വിശുദ്ധ തടാകം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പുണ്യ തടാകമായ മാനസ സരോവർ തടാകത്തിന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഹിമനദികളിൽപ്പെട്ട അഥവാ ചലിക്കുന്ന മഞ്ഞ് പാളികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 5180 മീറ്റർ ഉയരത്തിലാണെന്നതും മരിച്ചവരുടെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നതും കശ്മീരിലെ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും സിന്ധുവിൻ്റെ തീരത്താണെന്നത് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. സിന്ധു നദിയുടെ ആകെ നീരൊഴുക്ക് ഏകദേശം 11,20,000 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിലും നീരൊഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 50 നദികളിൽ ഒന്നായി ഇത് മാറുന്നു. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളമുള്ളത് സിന്ധുവാണെങ്കിലും ഏറ്റവും വെള്ളം വഹിക്കുന്നത് ബ്രഹ്മപുത്രയാണ്. അപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും സിന്ധുവാണ്. സിന്ധുവിന് ഇന്ത്യയിൽ പ്രത്യേകത ഉള്ളതുപോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും പാകിസ്ഥാനിൻ്റെ ജീവരേഖയും ദേശീയ നദിയും സിന്ധുവാണ്. മാത്രവുമല്ല, സിന്ധു നദീജലം ഉപയോഗിച്ച് ടെർബേല ഡാം എന്ന പേരിൽ പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന അണക്കെട്ട് ആ രാജ്യത്തിൻ്റെ പച്ചപ്പിന് തന്നെ കാരണമായി. ഇനി നമുക്ക് സിന്ധു നദിയുടെ 5 പോഷക നദികളെ ഹ്രസ്വമായി പരിശോധിക്കാം. ഈ എല്ലാ പോഷക നദികളും കൂടിച്ചേരുന്നത് പാകിസ്ഥാനിലെ മിതാൻകോട്ടിലാണെന്ന് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം. 1. ചെനാബ് നദി. അസ്കിനി, ചന്ദ്ര, ബാഗ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇത് ചന്ദ്ര, ബാഗ എന്നീ 2 ചെറുനദികൾ ഹിമാചൽ പ്രദേശിലെ ബാരലാസിര പാസിൽ വെച്ച് കൂടിച്ചേർന്ന് ചെനാബ് നദി ഉത്ഭവിക്കുന്നു. ഏകദേശം 960 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്. ജമ്മു കാശ്മീരിലെ ബൃഹത്തായ ദുൽഹസ്തി, സലാൽ, ബാഗ്ലിഹാർ എന്നീ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ഈ നദി ജമ്മു കാശ്മീരിലെ ജമ്മുവിലൂടെ ഒഴുകി പഞ്ചാബിൻ്റെ സമതലത്തിലെത്തിച്ചേരുന്നു. ഡ്രിമ്മുവിൽ വെച്ച്
സിന്ധുവിൻ്റെ മറ്റു പോഷകനദികളായ ജലം നദിയും രവി നദിയും ചെനാബിൽ ലയിക്കുന്നു. ഉച്ച് ഷരീഫിൽ ഇത് സിന്ധുവിൻ്റെ മറ്റു പോഷകനദിയായ സത്ലജ് നദിയുമായി കൂടിച്ചേർന്ന് പാഞ്ച്നാദ് നദി രൂപം കൊണ്ട് സത്ലജ് നദി മിഥൻകോട്ടിൽ വെച്ച് സിന്ധു നദിയോട് ചേരുന്നു. 2. രവി നദി. ഇതിനെ ഐരാവതി എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഹിമാചൽ പ്രദേശിലെ ചമ്പൽ ജില്ലയിൽ കുളുവിന് വടക്കുള്ള മണാലി ബാരബംഗാൾ മലനിരകളിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിച്ച് പഞ്ചാബ് സമതലത്തിൽ എത്തിച്ചേരുന്നു. ഏകദേശം 720 കിലോമീറ്റർ ദൂരമുള്ള ഇത് കുറച്ചു ദൂരം ഇൻഡോ പാക് അതിർത്തിയിലൂടെ ഒഴുകിയ ശേഷം പാകിസ്ഥാനിലെ ചെനാബ് നദിയോട് ചേരുന്നു. പ്രശസ്തമായ തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും ജഹാംഗീർ, നൂർജഹാൻ എന്നിവരുടെ അന്ത്യവിശ്രമവും ഹാരപ്പയും രവി നദിയുടെ തീരത്താണെന്നത് ഇതിനെ പ്രസിദ്ധമാക്കുന്നു. 3. ജലം നദി. പുരാതന കാലത്ത് വിദാസ്ത എന്ന് വിളിച്ചിരുന്ന ഇത് കശ്മീരിലെ വെരിനാഗ് അരുവിയിൽ നിന്ന് തുടങ്ങി 400 കിലോമീറ്റർ ഇന്ത്യയിലൂടെയും ബാക്കി പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നു. ഏകദേശം 772 കിലോമീറ്റർ നീളമുള്ള ഇത് ശ്രീനഗറിലൂടെയും വൂളാർ തടാകത്തിലൂടെയും ഒഴുകിയ ശേഷം പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയും പോറസും തമ്മിൽ BC 326 ഹൈഡാസ്പസ് യുദ്ധം നടത്തിയത് ജലം നദിയുടെ തീരത്താണെന്നതും ജമ്മു കാശ്മീരിലെ ഉറി പദ്ധതിയും വൂളാർ തടാകത്തിലൂടെ കടന്നുപോകുന്നതും ഇതിനെ ചരിത്രപ്രസിദ്ധവും മഹത്തുറ്റതുമാക്കുന്നു. ഹൈഡാസ്പസ് യുദ്ധം ഈ നദിയോട് ചേർന്ന് നടന്നതിനാലാണ് ഗ്രീക്കുകാർ ഈ നദിക്ക് ഹൈഡാസ്പസ് എന്ന് വിളിക്കുന്നത്. പഞ്ചാബിൽ ഈ നദി ഒഴുകുന്ന പ്രദേശത്തെ ജില്ലയുടെ പേരും ജലം എന്നു തന്നെയാണ്. ജമ്മു കശ്മീരിലെ മുസാഫിർബാദിനടുത്ത് വെച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയായ കിഷൻ ഗംഗ നദിയും കുൻഹാർ നദിയും കൂടി പാകിസ്ഥാനിലെ ജാങ് ജില്ലയിൽ വെച്ച് ചെനാബ് നദിയോട് ചേരുന്നു. ചെനാബ് സത്ലജുമായി ചേർന്ന് പാഞ്ച്നാദ് നദി രൂപം കൊണ്ട് മിഥാൻകോട്ട് വെച്ച് സിന്ധു നദിയിൽ ലയിക്കുകയും ചെയ്യുന്നു. 4. സത്ലജ് നദി. പുരാതന കാലത്ത് ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇത് ടിബറ്റിലെ കൈലാസ പർവ്വതത്തിന് സമീപമുള്ള മാനസ സരോവർ അഥവാ രാഗാസ് തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ഷിക്കീല പാസിലൂടെ ഇന്ത്യയിലെത്തി ബിയാസ് നദിയുമായി ലയിച്ച ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകി സിന്ധു നദിയുമായി ചേരുന്നു. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് സത്ലജ്. സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടായ ഗോവിന്ദ് സാഗർ എന്നറിയപ്പെടുന്ന ബഖ്രാനങ്കർ ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത പദ്ധതികളിൽ ഒന്നായ നാത്ബ ജഗ്രി നിർമ്മിച്ചിരിക്കുന്നതും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ നദിയുടെ തീരത്തുള്ള രൂപ്നഗറിൽ ആണെന്നതും ഇതിനെ വിലമതിപ്പുള്ളതാക്കുന്നു. 5. ബിയാസ് നദി. പ്രാചീന കാലത്ത് വിപാസ എന്ന പേരിൽ അറിയപ്പെട്ട ഇത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൽ ഹിമാലയ പർവ്വതത്തിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് അഥവാ പീർ പാഞ്ചാൽ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഈ നദി മണ്ഡി, ഹമീർപൂർ, ധർമ്മശാല എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി മഹാറാണ പ്രതാപ് സാഗർ ഡാം ഉൾപ്പെട്ട് കുളു മണാലിയിലൂടെ ഹിമാചൽ പ്രദേശിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലെത്തുമ്പോൾ പെട്ടെന്ന് തെക്കോട്ട് തിരിഞ്ഞ് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്നു. ലാർജി മുതൽ തൽവാര വരെ മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന ഏകദേശം 470 കിലോമീറ്റർ നീളമുള്ള ബിയാസ് തുടർന്ന് ഏകദേശം 50 കിലോമീറ്ററോളം തെക്കോട്ടും 100 കിലോമീറ്ററോളം തെക്കു പടിഞ്ഞാറോട്ടും ഒഴുകി ബിയാസ് എന്ന സ്ഥലത്ത് കൂടി കടന്ന് പഞ്ചാബിലെ അമൃത്സറിന് കിഴക്ക്
കപൂർ തലക്ക് തെക്ക് പടിഞ്ഞാറ് ഉള്ള ഹരികെ എന്ന സ്ഥലത്ത് വെച്ച് സത്ലജിൽ ചേരുന്നു. പ്രശസ്തമായ പോം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. തുടർന്ന് പാകിസ്ഥാനിലെ പഞ്ചാബിലേക്ക് കടക്കുകയും ഉച്ചിൽ വെച്ച് ചെനാബ് നദിയുമായി ചേർന്ന് പാഞ്ച്നാഥ് നദി രൂപം കൊള്ളുകയും പിന്നീട് മിതാൻകോട്ടിൽ വെച്ച് സിന്ധു നദിയോട് ചേരുന്നു. ലോകപ്രശസ്തമായ സിന്ധു നദീജല ഉടമ്പടി അഥവാ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് 9 വർഷത്തെ ചർച്ചകൾക്ക് ഒടുവിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച മഹത്തായ ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. എങ്ങനെ ജലം പങ്കുവെക്കും എന്ന കാര്യത്തിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചെനാബ്, ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും എന്ന നിലയിൽ കരാറായി. ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥയിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. ഈ നദീജലത്തെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാക്കുമോ, പ്രത്യേകിച്ച് യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാനിൻ്റെ പേടിയിൽ നിന്നുമാണ് ഈ കരാർ ഉടലെടുത്തത്. എങ്കിലും 1960 ഈ കരാർ അംഗീകരിച്ചതിനു ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായിട്ടില്ല എന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്ന സമാധാനത്തിനും സാഹോദര്യത്തിനും ഉദാഹരണമാണ്. മാത്രവുമല്ല, പല സങ്കീർണ ഘട്ടത്തിലും ഈ കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തുള്ള നദീജല കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായി സിന്ധു നദീജല കരാർ നിലനിന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെയും മറ്റു ചില കാര്യങ്ങളെയും ഉൾപ്പെടുത്തി മേൽ കരാർ പുതുക്കേണ്ടതാണെന്ന അഭിപ്രായം ഇന്ത്യക്കുണ്ട്. മാത്രവുമല്ല, മേൽ കരാർ പ്രകാരം സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാകുന്നുമുള്ളൂ. 2025 ഏപ്രിൽ 23 ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ച് കടുത്ത പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരം ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദീ തടങ്ങളിൽ BC 3300 മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരം അഥവാ ലോഹ സംസ്കരണ വിദ്യാ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. BC 26 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ആദ്യകാല സംസ്കാരങ്ങളിലൊന്നാണിത്. പ്രാചീന ഈജിപ്ത്, മൊസോപ്പൊട്ടോമിയ എന്നിവയോടൊപ്പം വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവയുൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആവിർഭവിച്ച 3 ആദ്യകാല സംസ്കാരങ്ങളിലൊന്നായിരുന്നു ഇത്. 1922-23 കാലയളവിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളെ തുടർന്നാണ് ഈ സംസ്കാരത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. സിന്ധു നദീതടങ്ങളിൽ ജീവിച്ചിരുന്ന അന്നത്തെ ആളുകൾ ലോഹങ്ങൾ കുഴിച്ചെടുക്കാനും അവ സംസ്കരിച്ച് നാനാജാതി കരകൗശല വസ്തുക്കളും ഗൃഹോപകരണങ്ങളും നിർമ്മിക്കാൻ അതിനൈപുണ്യരായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഈ സംസ്കാരം വിളിച്ചോതുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ നദിയായ സിന്ധു നദിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഇതിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആയതിനാൽ ഇത്രയും ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതും
ബെൽ ബട്ടൺ അമർത്തുന്നതും വളരെ ഉപകരിക്കും. മാന്യ പ്രേക്ഷകർക്ക് നന്ദി.